മോള് പ്രാർത്ഥിച്ച്. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം അമ്പൂറ്റി നടത്തി തരും. നല്ല മനസ്സോടെ പ്രാർത്ഥിച്ചാ മതി കേട്ടോ. അച്ഛൻ മോളുടെ കൂടെ കളിക്കണം, മോളെ എടുത്തോണ്ട് നടക്കണം, എല്ലാം മോള് പ്രാർത്ഥിച്ചാ മതി. അതെല്ലാം അമ്പൂറ്റി നടത്തി തരും. മോളുടെ അച്ഛൻ പഴയ പോലെ മോളെ സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് മോള് നന്നായി പ്രാർത്ഥിക്കണം. ലച്ചു കണ്ണടച്ച് പ്രാർത്ഥിക്കട്ടോ. അമ്പൂറ്റിയോട് പ്രാർത്ഥിക്കും. കണ്ണടച്ചോ. രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം, രാമ രാമ. ലച്ചുമോളെ, മുത്തച്ഛന്റെ പൊന്നേ, വാ 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 വാ. അവിടെ പോയിരുന്നു നാമച്ച വിശ്വം. ഓടല്ലേ ഓടല്ലേ ഓടല്ലേ, പതുക്കെ പതുക്കെ. മുത്തച്ഛന്റെ കോട ഇവിടെ വെക്കാം. ഭഗവാനെ ആ ലച്ചുക്കുട്ടാ, മിഠായി മേടിച്ചു. മിഠായി മിഠായി. അല്ല, അച്ഛനെന്താ ഇത്ര താമസിച്ചത്? ഒന്നും പറയണ്ട മോളെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. അയ്യോ, അതെന്താ അച്ഛാ? ആ ഞാനും ദാസും കൂടി അമ്പലത്തിൽ നിന്ന് തൊഴുത് മടങ്ങി വരുമ്പോ വഴിയിൽ വയ്യാത്തൊരവസ്ഥയിൽ ഒരാളെ കണ്ടു. കണ്ടപ്പോ അച്ഛൻ്റെയൊക്കെ പ്രായം വരുന്ന ഒരാളാന്ന് തോന്നി. പിന്നെ ഞാനും ദാസും കൂടി അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടെ ഒരു ദിവസം അയാളുടെ കൂടെ നിൽക്കേണ്ടി വന്നു. ഒന്നും പറയണ്ട. ഓ ആണോ? എന്ത് പറ്റിയതായിരുന്നു അച്ഛാ? വണ്ടി വല്ലതും അയാളെ തട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പൊ പേടിക്കാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. ഭാഗ്യം, രക്ഷപ്പെട്ടല്ലോ, അത് മതി. അതെ മോളെ, നമ്മളെങ്ങാനും അവിടെ നിന്ന് നോക്കാതെ മുഖം തിരിച്ചു പോയാ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവനായിരിക്കില്ലേ. നമ്മള് കുറച്ച് വെള്ളം എടുത്തേ. ലച്ചുകുട്ടാ, മിഠായി ഇതുവരെ തിന്നില്ലേ? ഇതെങ്ങനെ പൊട്ടിക്കുന്നറിയോ? ഇങ്ങനെ പിടിച്ച് ഇവിടുന്ന് വെള്ളം. പിന്നെ രഘുവിടെ, അവനോടില്ലേ? അകത്തുണ്ടച്ച. അത് ശരി, എപ്പോഴും അവന്റെ പെരുമാറ്റത്തിന് മാറ്റമൊന്നുമില്ലല്ലേ? എവിടെന്ന് അതിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അവന്റെ സമാധാനത്തിന് വേണ്ടിയല്ലേ ആ പണം ആമിക്ക് കൊടുത്തത്. എന്നിട്ടും മാറ്റമൊന്നും ഇല്ലാന്ന് പറഞ്ഞ എങ്ങനെയാ? എനിക്കൊന്നും അറിയില്ല. അവൾ ഇയാളെ ഇങ്ങോട്ട് വിളിക്കുകയോ ഇയാൾ അങ്ങോട്ട് വിളിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ദേഷ്യവും വാശിയൊക്കെ വീണ്ടും കുടിച്ചു തീർക്കുക. ഞാനും മോൾ ഇവിടെ തനിച്ചാണെന്നുള്ള ചിന്ത പോലും ഇല്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. കുഞ്ഞിനെ ഓർത്തെങ്കിലും മാറ്റം വരുമെന്നാ ഞാൻ കരുതിയത്. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ അവന്റെ സമാധാനം നഷ്ടപ്പെടാൻ മാത്രം വീണ്ടും എന്ത് പ്രശ്നം ഉണ്ടായത്? ആർക്കറിയാച്ചാ? എന്തെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാലല്ലേ അറിയൂ. ഇത്ര തന്നെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ ബോധമില്ലാതെ ഉറക്കത്തിൽ ഓരോന്ന് പറയുന്നത് കേട്ടിട്ടാ. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല. ഇതിനൊരു പരിഹാരം വേണ്ടേ? അത് നമ്മൾ പറഞ്ഞിട്ട് എന്താച്ചാ കാര്യം? രഘുവേട്ടനും കൂടെ തോന്നണ്ടേ? ഏതോ ഒരുത്തിക്ക് വേണ്ടി നശിക്കാൻ തുനിഞ്ഞിറങ്ങിയ നമ്മൾ എന്ത് ചെയ്യാന്നച്ചാ? എല്ലാം എന്റെ വിധിയാ. അതിനാരെയും പഴിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പരാതിയോ ദേഷ്യമോ ഒന്നുമില്ല. നീ വിഷമിക്കാതെ മോളെ, എല്ലാം ഉടനെ തന്നെ ശരിയാവും. അച്ഛൻ പോയി പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. അപ്പോഴേക്കും നീ രഘുവിനും കൂടെ ഒന്ന് വിളിച്ചു വരുത്ത്. നമുക്ക് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. വരുമെന്ന് അറിയില്ല. ഇപ്പോ വിശപ്പും ദാഹമൊന്നും ഇല്ലാത്ത അവസ്ഥയാ. അച്ഛൻ ചെന്ന് ഫ്രഷ് ആവ്. ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം. ശരി.